നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആക്രാന്തം കുറച്ചുകൂടെ മനുഷ്യ. കുറച്ച് ആക്രാന്തം കുറയ്ക്കാൻ മേലേന്ന്. ആക്രാന്തം കുറയ്ക്കാൻ ഞാൻ വാരി വിളിച്ച് ഫുഡ് കഴിക്കാറില്ലല്ലോ. ഫുഡിന്റെ കാര്യമല്ല പറഞ്ഞേ, പിന്നെ കാശിന്റെ കാര്യം. കാശിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ആക്രാന്തമൊക്കെ ഉണ്ട്. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് മനുഷ്യ ആ ചായപ്പ് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചേ? ചേടാ, എന്റെ പറമ്പിൽ ഒരു സാധനം വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ പഞ്ചായത്ത് ഓഫീസ് പോയിട്ട് പെർമിഷൻ വാങ്ങിക്കണോ? അല്ല, അറിയാൻ മേലെന്ന് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ആരാ? നിങ്ങളുടെ ഭാര്യ. ഭാര്യ. മനുഷ്യന് ഒരു സ്വൈരവും തരാതെ 24 മണിക്കൂറും ഭർത്താവിനെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യ. നിങ്ങളുടെ പോലെ സ്വഭാവമുള്ള ഒരു ഭർത്താവാണ് പിന്നെ എങ്ങനെ ഭാര്യമാര് ഭരിക്കാതിരിക്കും? എന്റെ സ്വഭാവത്തിന് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സ്വഭാവത്തിന്, അല്ലേ? ഒരു കുഴപ്പമില്ല. കുഴപ്പം നിനക്ക് നിന്റെ വീട്ടുകാർക്കുവാ. മനുഷ്യ എന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞോണ്ട്. അതെ, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ സമയമില്ല. ചായപ്പ് വൃത്തിയാക്കാൻ തുളസി പറഞ്ഞ ആളിപ്പോ വരും. മറങ്ങോട്ട്. അതെ, ചായപ്പ് വൃത്തിയാക്കുന്നൊക്കെ ആ തുളസി പറഞ്ഞ ആളെ ഞാൻ ഈ വീട്ടിലോട്ട് വന്നാ നിങ്ങൾ എന്റെ സ്വഭാവം അറിയും. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന? ഭീഷണിപ്പെടുത്താൻ പിന്നെ ഒന്ന് കാണണമല്ലോ. നീ എന്തോ ചെയ്യും? കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ ഞാൻ എന്റെ 19ാമത്തെ അടവെടുക്കുവേ. കൊടിവീശി കാണിക്കും എന്ന് പറയുമായിരിക്കും. കൊടിവീശി തന്നെ കാണിക്കാൻ പോവാ, എല്ലാരും അറിയട്ടെ. പിന്നെ അത് നടക്കുകയൊന്നുമില്ല. അതെന്താ നടക്കാത്ത? ഞാൻ പിള്ളേടുത്ത് പറയും, നീ ചുമ്മാ എന്റെ കാര്യങ്ങൾ മുടക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഉടനെ പിള്ളേരങ്ങ് വിശ്വസിക്കുക. എന്റെ ഈ ഫോട്ടോയും വീഡിയോ ഉണ്ട്, അത് ഞാൻ അവരെ കാണിച്ചു. അത് ഞാൻ വല്ല നാടകമോ ഫാൻസി ഡ്രസ് ആണെന്ന് പിള്ളേരോട് പറഞ്ഞോളാം. നിങ്ങള് നാടകം പിന്നെ അവരങ്ങ് വിശ്വസിക്കുക. ഒന്ന് പോ മനുഷ്യ, പോയി അത് ക്ലീൻ ചെയ്തിട്. എനിക്ക് വേറെ ആവശ്യമുള്ളോ? അത് നമുക്ക് കാണാം. അതെ, നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ല. കേട്ടല്ല, ഒരു മാറ്റമില്ല. ഹലോ, ഒരു മിനിറ്റ് കേട്ടാ. ഹലോ, തുളസി അങ്കിളല്ലേ? അങ്കിളെ, ഞാൻ പൈങ്കിളിയാ. അതെ തന്നെ, കുഞ്ഞുണ്ണിയുടെ മോള്. അല്ലങ്കിളെ, ഒന്നുമില്ല, മറ്റേ ചാഹിപ്പിന്റെ എന്തോ വാടകയ്ക്ക് കൊടുക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അതങ്കിളെ, അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം പ്രശ്നം ഈ മറ്റേ വാസ്തു ശാസ്ത്രമൊക്കെ നോക്കൂല്ലേ, നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് കൈമാറിക്കൂടാ. അതെ, അതായത് വേറെ ആരെങ്കിലും ഇത് വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ അതിൻ്റെ ഇടനിലക്കാർക്കും ഇവർ എല്ലാവർക്കും ദോഷം വരും. ഞങ്ങൾക്ക് എങ്ങനെയാ ദോഷം വരാനാ? അത് നമ്മുടെ കയ്യിലാണല്ലോ സ്ഥലം. നമ്മുടെ സ്ഥലം ആയതുകൊണ്ട് ദോഷം വരത്തില്ല. വേറെ ആരെങ്കിലും വാങ്ങുകയോ ചെയ്താലാണ് ദോഷം വരാം. കഷ്ടമായിപ്പോയി. അല്ലല്ല, അച്ഛനറിയാം. അച്ഛൻ ഈ കാശിന്റെ കാര്യമെല്ലാം കൂടെ കേട്ടപ്പോൾ അത് മറന്നു പോയതാ. പണ്ടേ ഞങ്ങളോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ ഇട്ട ആർക്കും കൊടുക്കരുതെന്നൊക്കെ. അങ്കിളെ, അല്ല, ഞാൻ ഈ എടുക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. നോക്കി മതി. ശരി. നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് നാണം? സ്വന്തം വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത പറയേ. ഞാൻ വന്നപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇത് കല്ലിന്റെ ഇടയിൽ നിന്ന് പൊട്ടി മുളച്ചതാ. ഇപ്പം നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത പറയാ. നിനക്ക് വീട്ടുകാരെ പറ്റി എന്തോ ഇല്ലാത്തത് പറഞ്ഞത്? ഞാൻ ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ ചായ്പ എനിക്ക് വേണം. എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ളതാണ്. ആണോ? അതിനുവേണ്ടി നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അയ്യോ എന്റെ പൊന്നെ, നല്ലൊരു മോൻ. നീ ഒന്നും പറഞ്ഞിട്ടില്ല, ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടും ഇല്ല. എന്ത് എടാ, നീ അവിടെ വെറുതെ ഈച്ച അടിച്ചിരിക്കുവല്ലേ? എവിടെ? ലേഡി സ്റ്റോറില്. എന്റെ ജോലി കുറ്റം പറഞ്ഞ ഓർക്കം നീ നോക്കൂ. ഞാൻ പറയാം. ഫാൻസി സെന്ററിൽ വെറുതെ ഈച്ച അടിച്ചിരുന്ന അവിടുത്തെ മുതലാളിനെ ഓസി ജീവിക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് നീ. എന്റെ മൂക്കിത്തൊട്ടല്ലേ? എന്റെ മൂക്കിത്തൊട്ടെ? എന്റെ മൂക്കിത്തൊട്ടെ? എന്റെ മൂക്കിത്തൊട്ടെ എന്തിനാ നിനക്ക്? നിനക്ക് മൂക്കിത്തൊട്ടെ എന്തിനാണ്? എന്തിനാടി? ഞാൻ വിളിച്ചു കൂവന്നാ. കൂവ്.